ഹെൽത്തി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഹെൽത്തി ടോക്സിൽ എറണാകുളം ഫ്യൂച്ചറിസ്റ്റ് ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ബെൻസിർ ഹുസൈനാണ്. വെൽക്കം സർ. താങ്ക് യു സർ. നമ്മൾ കുറേ നാൾ മുമ്പേ ഞാനൊരു ജനറലായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ആദ്യമൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഭയങ്കര സ്റ്റിഗ്മയായിരുന്നു. അത് പുറത്ത് പറയാൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് തന്നെ ആൾക്കാർ ഈ ടേംസുമായിട്ടൊക്കെ വളരെ യൂസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ എന്ത് പറയുമ്പോഴും എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ആങ്സൈറ്റിയാണ്, എനിക്ക് പാനിക് അറ്റാക്ക് വരും, ആൾക്കാർ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേംസാണ് ഇപ്പോൾ അത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻഫർമേഷൻ ഗ്യാപ്പാണ്, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനും ആൾക്കാർക്ക് കിട്ടുന്നതും തമ്മിലുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സ്ട്രെസ്സ്, ആങ്സൈറ്റി അല്ലെങ്കിൽ കുറച്ച് സാഡ്നെസ്. ഇതെപ്പോഴാണ് ഒരു ഡിസോർഡറായി മാറുന്നത്? ഇറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ അനക്ക. നമ്മൾ ബേസിക്കലി ഇതെല്ലാം ഇപ്പോൾ കൂടുതലായി കണ്ടു തുടങ്ങിയത് ഈ കോവിഡിന് ശേഷമാണ്. ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും വീട്ടിൽ കയറി ഇരുന്നപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എല്ലാവരും ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ദേ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഓപ്പൺലി. എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടാതെ ഫിലിം സ്റ്റാർസും ഇതെല്ലാം പുറത്ത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഡിപ്രഷൻ ആവട്ടെ, ആങ്സൈറ്റി, ADHD ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത്. പക്ഷേ ഇതെല്ലാം എൻഡ് ഓഫ് ദ ഡേ ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള അസുഖങ്ങളെപ്പോലെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടോ ഒരു CT ചെയ്തുകൊണ്ടോ ഇതാണ് ഡയഗ്നോസിസ് എന്നുള്ളതില്ല. ഓക്കെ, കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ICD ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ DSM ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ബേസിക്കലി ഇതിൽ പറയാം. ഇതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 6 ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ 6 ക്രൈറ്റീരിയ ഒരു 3 എണ്ണം ഒരു ദിവസം ഉണ്ടായില്ല, കണ്ടിന്യൂസ്ലി ഫോർ 6 months. ഓക്കെ, അങ്ങനത്തെ ഉള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇതെല്ലാം മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഹീസ് ഇൻ ടു ഡിപ്രഷൻ അല്ലെങ്കിൽ ഹീസ് ഇൻ ടു ആങ്സൈറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കേൾക്കുന്നത് അത് ഈ കൊച്ചിന്ന് വന്നില്ല, എന്ത് പറ്റി, എനിക്ക് ഡിപ്രഷൻ ആയിരുന്നു. അതായത് ഒരു ദിവസം ഒരു പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞതിനായിരിക്കും ആ ഡിപ്രഷൻ. ദാറ്റ് ഈസ് നോട്ട് ഡിപ്രഷൻ. ഓക്കെ, അതിൻ്റെ ഈ പറയുന്ന പോലെ ഒരു ഗ്യാപ്പ് ഈസ് ദെയർ. ഓക്കെ, അത് ആക്ച്വലി ആസ് യു സെഡ് ഇപ്പോൾ പീപ്പിൾ ആർ കമ്മിങ് അപ്പ്, പീപ്പിൾ ആർ ഓപ്പണിംഗ് അപ്പ്, ദാറ്റ് ഈസ് എ ഗുഡ് സൈൻ. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഈസ് സ്റ്റിൽ ദെയർ വിച്ച് വി ഹാവ് ടു വർക്ക് ഔട്ട്. വി ഡോക്ടേഴ്സ് ഹാവ് ടു വർക്ക് ഔട്ട് ആൻഡ് ഇൻഫോം ദ ഈ പറയുന്ന മാസിനെ, പബ്ലിക് ഹെൽത്തിനെ പബ്ലിക്കിനെ ഇൻഫോം ചെയ്യേണ്ട ഒരു കടമ നമുക്കുണ്ട്. ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെവൽ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു മൊമെൻ്ററി ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്രേക്കപ്പിൽ ഉണ്ടാകുന്ന ഒരു വിഷമം. അത് ഞാൻ ഒരു ഡിപ്രഷനിൽ, ഞാൻ ഇന്ന് ഡിപ്രഷനിലാണ്, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാവുന്നത്. ആസ് യു സെഡ്, നമുക്കൊരു ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് ഓൾ ദ അസോസിയേഷൻസ് ഇൻക്ലൂഡിങ് IMA ആൻഡ് ഓൾ ദ ഹോസ്പിറ്റൽസ് ആൻഡ് സൈക്കാട്രിക് അസോസിയേഷൻസ് ആർ ഡൂയിങ് ദെയർ പാർട്ട്. ആൻഡ് ഗവൺമെൻറ്റും ഇതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റും ഈ മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും കോളേജുകളിലാണെന്നുണ്ടെങ്കിലും ദേ ആർ ഓൾസോ മേക്കിംഗ് ഇറ്റ്. ആളുകളെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആസ് യു നോ ഈസ് അവൈലബിൾ ഓൺലൈൻ. ഇവരെല്ലാവരും പോയിട്ട് ഓൺലൈനിൽ പോയിട്ട് ChatGPT ആവട്ടെ, ഗൂഗിൾ ആവട്ടെ പോയി സെർച്ച് ചെയ്യുകയും എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിൻ്റെ എക്സാക്ട് പിന്നെ ഈ പറഞ്ഞ എക്സാക്ട് ഡയഗ്നോസിസിലേക്ക് പോവുക നമ്മൾ. വൺസ് ഇറ്റ് സ്റ്റാർട്ട് അഫക്റ്റിംഗ് ഹിസ് പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ ജോലി, ഇതിലെല്ലാം അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതൊരു ഡയഗ്നോസിൽ ഡിസോർഡർ ലെവലിലേക്ക് നമ്മൾ എത്തുന്നതും അവർക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ലെവലിലേക്ക് വരിക. മറ്റേതെല്ലാം ഒരു മൊമെൻ്റലി ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഈ ചില ആൾക്കാർ എന്താ ഞാൻ ബ്രേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ട്രിപ്പ് കൊണ്ടൊക്കെ മാറുന്ന ചെറിയൊരു ഇഷ്യൂസിനെയാണ് ഇത് കാണുന്നത്. പക്ഷേ ഇതല്ല, ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ഗ്രൗണ്ട് ചെയ്യുക, ഒരു മൈൻഡ്ഫുൾനെസ് ലെവലിലൊക്കെ ഡീൽ ചെയ്ത് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അതല്ല, വൺസ് ഇറ്റ് സ്റ്റാർട്ട് അഫക്റ്റിംഗ് ദ പേഴ്സണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഇറ്റ്സ് ഓൾവേസ് ബോദറിങ് ദം. ഓക്കെ, ദെൻ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സൂയിസൈഡ് തോട്ട്സ്, സൂയിസൈഡ് ഐഡിയേഷൻസ്, സെൽഫ് ഹാം, ഇതൊക്കെ വരുമ്പോൾ ദേ വിൽ ഹാവ് ടു സ്റ്റാർട്ട് ടേക്കിംഗ് മെഡിക്കേഷൻസ് ഓർ സീ എ തെറാപ്പിസ്റ്റ് ഓർ എ സൈക്കാട്രിസ്റ്റ് ആൻഡ് ദെൻ മൂവ് ഫോർവേഡ്. ഒരിക്കലും നമ്മളൊരു സ്വന്തമായിട്ട് ഇങ്ങനെ ഡയഗ്നോസിസിലോട്ട് പോകുകയൊന്നും ചെയ്യാൻ പാടില്ല, നമ്മളെപ്പോഴും ചെയ്യാതിരിക്കുന്ന എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ChatGPT പോയി അടിച്ചു നോക്കും, അവൻ അതിൻ്റെ ChatGPT എൻഡ് ഓഫ് ദ ഡേ ക്വസ്റ്റ്യൻസിൽ വീണ്ടും ഉണ്ടാവും, ഡു യു വാണ്ട് മീ ടു ഡയഗ്നോസ് whether you are having this disorder. പക്ഷേ താഴത്ത് എഴുതിയിട്ടുണ്ടാവും ഐ ആം നോട്ട് എ ഡോക്ടർ, യു ഷുഡ് ഹാവ് ടു കൺസൾട്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ അടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം ഇതെല്ലാം എനിക്കുണ്ടോ. ചില പേഷ്യൻസ് നമുക്ക് വരാറുണ്ട്, എസ്പെഷ്യലി ഈ പറയുന്ന ജെൻസി പിള്ളേർ, ഈ പറഞ്ഞ പോലെ യൂത്ത് പിള്ളേർ വരുമ്പോൾ വരിയായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ഓരോരോ സിംറ്റംസ്. ഓക്കെ, ഐ എം ഹാവിങ് റെഡ്യൂസ്ഡ് സ്ലീപ്പ്, ഇറിറ്റബിലിറ്റി, ലോസ് ഓഫ് കോൺസെൻട്രേഷൻ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ഇത് കൊള്ളാലോ, ഇതെല്ലാം വരിയായിട്ട് പറയുന്നുണ്ടല്ലോ നമ്മൾ ചിന്തിക്കുക. ആക്ച്വലി ദേ ആർ ജസ്റ്റ് ഹുക്കിംഗ് ഇറ്റ് അപ്പ്. എല്ലാവർക്കും എല്ലാം വേണമെന്നൊരു നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് ഉണ്ടാവാം, പക്ഷെ അതൊക്കെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന സമയങ്ങളിൽ ഉണ്ടാവാറുള്ളൂ. അത് ഞാൻ ചോദിക്കാൻ വരുന്നൊരു കാര്യം, ചിലർ വായിച്ച് പഠിച്ചിട്ട് വരുമ്പോൾ
വളരെ ടിപ്പിക്കലായിട്ടുള്ള സിംറ്റംസ് പറയുമല്ലോ. അപ്പം നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കും? ഇവർ പറയുന്നതാണോ അതോ കറക്റ്റ് ഇവർക്ക് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ സാർ മനസ്സിലാവാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടോ? ശരി, അതായത് നമ്മൾ സൈക്കാട്രിസ്റ്റ് നമ്മൾ കേസ് എടുക്കുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആദ്യം മുതൽ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ബോത്ത് ഓഫ് us ഇൻഫോർമൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഈ ഒരു പേഷ്യൻ്റ് ഒറ്റക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ ബി റൈറ്റിംഗ് ഇറ്റ് as പേഷ്യൻ്റ് കെയിം അലോൺ, ഇൻഫർമേഷൻ ഇസ് ദ. അതല്ല, ഒരു ബൈസ്റ്റാൻഡർ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഇസ് റിലയബിൾ, അഡ്വക്കേറ്റ് ആൻഡ് വി ആം ഏബിൾ ടു കം ടു ഡയഗ്നോസിസ്. ഇഫ് ഹി ഈസ് കമ്മിങ് അലോൺ, എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഫസ്റ്റ് തന്നെ എഴുതി വെക്കും പേഷ്യൻ്റ് കെയിം അലോൺ. ഓക്കെ, ഇൻഫർമേഷൻ അഡ്വക്കേറ്റ് ആണോ റിലയബിൾ ആണോ എന്ന് ഐ വിൽ ഹാവ് എ കൊറി ഇൻ ദാറ്റ്. ഓക്കെ, പിന്നെ ഡീറ്റെയിൽ ഹിസ്റ്ററി ഹസ് ടു ബി ഡൺ. അതായത് ആളുടെ ഫുൾ ഹിസ്റ്ററി. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ 6 മാസം മുന്നേ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പേഷ്യൻ്റ് പറയാം, 2 മാസം ആയിരുന്നു പറയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ടുവേർഡ്സ് ദ ഡയഗ്നോസിസ്. ആളുടെ ടിപ്പിക്കലി എങ്ങനെയായിരുന്നു, കോളേജ് കാലഘട്ടം എങ്ങനെയായിരുന്നു, സ്കൂൾ കാലഘട്ടം എങ്ങനെയായിരുന്നു, അതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് വെദർ ഈസ് ഹാവിങ് ദീസ് ഇഷ്യൂസ്. അത് പണ്ടത്തേനെ അപേക്ഷിച്ച് പണ്ട് മുതലേ അയാളൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ലാത്ത ആൾ ഇപ്പോഴും താല്പര്യമില്ല. ദാറ്റ് ഈസ് നോട്ട് എ ഡിപ്രഷൻ. ഓക്കെ, അതല്ല, പണ്ട് മുതലേ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു, ഫുൾ എന്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡ്യൂ ടു സം ട്രിഗർ, ഇറ്റ് കുഡ് ബി എ ഡെത്ത് ഓഫ് എ ഫ്രണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫാമിലി, അല്ലെങ്കിൽ ഷോക്ക് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കാരണത്താൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നും താല്പര്യമില്ല, ഉഷാറില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. വൺസ് ഇറ്റ് സ്റ്റാർട്ട് അഫക്റ്റിംഗ് ദ പേഴ്സണൽ ലൈഫ്. മിക്കവാറും ഫാമിലീസിനെ ഇത് കൂടുതൽ മനസ്സിലാവുക. ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഫ്രണ്ട്സിന് മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് മനസ്സിലാവുമായിരിക്കും. എസ്പെഷ്യലി ഈ ഡിപ്രഷൻ ഉള്ളതൊക്കെ ഈ ആളുകളേക്കാൾ കൂടുതൽ ചുറ്റിനുള്ള ആളുകൾക്കാണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കാരണം അവരുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസങ്ങളുണ്ടോ. ഓക്കെ, ഇതെല്ലാം അവർക്ക് മനസ്സിലാക്കി എടുക്കാനും അവരാണ് കൊണ്ടുവരിക. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ പോലെ അവർ വരുന്നുണ്ട്, അത് പറഞ്ഞ ഒരു ടഫ് സിറ്റുവേഷൻ തന്നെയാണ്. ഫേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിന് ഈ കള്ളം പറയുന്ന ആൾക്കാർ എവിടെയെങ്കിലും വെച്ച് പൊളിയും. ഓക്കെ, ഇത് എല്ലാം അതേപോലെ തന്നെ പക്ക പറഞ്ഞ് പോകുന്നു. അവര് വിശ്വസിച്ചിട്ടായിരിക്കില്ലേ വരുന്നത്? എനിക്ക് പ്രശ്നങ്ങളുണ്ട്, കള്ളമായിട്ട് പറയുകയായിരിക്കില്ലല്ലോ. എന്നാലും നമുക്ക് സംസാരിച്ച് വരുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഫസ്റ്റ് ബേസിക്കലി ഒരു വെന്റിലേറ്റ് ചെയ്യാൻ ആളുകളില്ലാത്തൊരവസ്ഥ ആളുകൾക്കുണ്ട്. വൺസ് ദേ സ്റ്റാർട്ട് വെന്റിലേറ്റിംഗ് ഇറ്റ്സെൽഫ് ദേ വിൽ ഫീൽ നോർമൽ. ഓക്കെ, ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തീർന്നു. പക്ഷെ ഡിപ്രഷൻ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തീരില്ല. ഡിപ്രഷൻ ടേക്സ് ടൈം. ഡിപ്രഷൻ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു സംഭവമല്ല. ഒറ്റ ദിവസം സംസാരിച്ചുകൊണ്ടോ ഒരു ദിവസത്തെ കൗൺസിലിംഗ് കൊണ്ടോ ഞങ്ങൾ വിചാരിക്കണം ഇതെങ്ങനെ ഈ പേഷ്യന്റ് മാറി, ആകെ മരുന്ന് കൊടുത്ത് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അപ്പൊ ഇത് ഞാനും എൻ്റെ സൈക്കോളജിസ്റ്റും ഡിസ്കസ് ചെയ്യും. വി വർ നോട്ട് എക്സ്പെക്ടിങ് ഹിം ടു ഹാവ് എ ചേഞ്ച് ഇൻ നെക്സ്റ്റ് 5 days. ഓക്കെ, ആ പേഷ്യൻ്റ് വന്നിട്ട് എല്ലാ പ്രശ്നവും മാറി. he was not having depression, he was just faking everything to get something else. അങ്ങനെ പല എന്നാലും ചില ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ they are usually faking. പിന്നെ ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അതായത് ഈ പാരൻസിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്പൗസിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മരുന്ന് കൊടുത്താലും എനിക്ക് വയ്യേ എന്നുള്ള സംഭവമുണ്ട്. പിന്നെ മെയിൻ കണ്ടീഷൻ വി ഹാവ് ടു റൂൾ ഔട്ട് ഓർഗാനിക് കണ്ടീഷൻസ്. ഓക്കെ, തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ആളുകളിൽ ഈ പറയുന്ന ലോ മൂഡ്, ലോ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഹീമോഗ്ലോബിൻ കുറവാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഫീമെയിൽസിൽ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഹീമോഗ്ലോബിൻ്റെ അളവിൽ വ്യത്യാസം വരുന്ന ആളുകളാണ്, കാര്യമായി ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഹീമോഗ്ലോബിൻ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ഷീണം വരും. ഓക്കെ, അപ്പോൾ അത് ഹീമോഗ്ലോബിൻ്റെ അളവിലുണ്ടാകുന്ന ഇഷ്യൂസ്, തൈറോയിഡ് ഇഷ്യൂസ്, വൈറ്റമിൻ ഡി കുറവ് ഇപ്പോൾ ആളുകൾ കാണുന്നുണ്ട്, വൈറ്റമിൻ B12. പിന്നെ പുവർ ഇൻടേക്ക് ഓഫ് ഫുഡ്, ഒരു മര്യാദക്കുള്ള ന്യൂട്രീഷൻ അല്ല, മര്യാദക്കുള്ള ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു ലോ മൂഡ്, ഇറിറ്റബിലിറ്റി കാര്യങ്ങൾ കാണാറുണ്ട്. പിന്നെ മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫോർമൻ്റ് ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് അവരുടെ ലൈഫ് സംഭവിക്കുന്നത്, അതായത് അച്ഛനും അമ്മയും വീട്ടിൽ സ്ഥിരം പ്രശ്നമാണ്, എന്താണ് സംഭവിക്കുന്നത് വി ഹാവ് ടു നോ. ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട്, ബോയ് ഫ്രണ്ട് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം മിക്കവാറും കുറേ ബ്രോക്കൺ ഫാമിലി, സെപ്പറേറ്റഡ് ഫാമിലീസ്, കാരണം ഒരുമിച്ച് താമസിക്കുന്നുണ്ടാവും പക്ഷേ സെപ്പറേറ്റഡ് ആയിരിക്കും. ഓക്കെ, സെപ്പറേറ്റ്, ചിലപ്പോൾ ഒരേ റൂമിൽ തന്നെ കിടക്കുന്നുണ്ടാവും, അവർ നമ്മൾ യാതൊരുവിധ ബന്ധങ്ങളും ഒന്നും ഉണ്ടാവില്ല, വരുന്നു, കിടന്നു, ഉറങ്ങുന്നു, പോകുന്നു, നിൽക്കുന്നു, ആ സ്കീമിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഹിസ്റ്ററി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ സൈക്കാട്രി. മറ്റേ ക്ലിനിക്സിൽ പോയവർക്ക് അറിയുന്നുണ്ടാവും, അവരെ വെയിറ്റ് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു ഏത് ഡോക്ടറാണെന്നുണ്ടെങ്കിലും ഒരു 45 minutes to 1 hour ഒരു ഇനിഷ്യൽ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുക്കാനും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും എടുക്കും. ടഫ് തന്നെയാണ്. പക്ഷേ ഇതിന് വരുന്ന ആളുകൾ, ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് വരുന്ന ആളുകൾ മോസ്റ്റ് ഓഫ് ദം ജെനുവിൻ ആണ്. ഒരു 10% ആളുകൾ ഈ പറഞ്ഞ പോലെ ഫേക്ക് സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി വരുന്ന ആളുകളൊക്കെയാണ് ഉള്ളത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ സീക്കിനുള്ള ആളുകളാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരാറുള്ളത്.
പിന്നെ അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. നമുക്ക് ഒരാളുടെ പ്രൊഫൈൽ നോക്കിയാലും അയാൾ ഒരു ദുഃഖത്തിലാണ് അല്ലെങ്കിൽ എന്തൊരു പ്രശ്നത്തിലാണെന്ന് തോന്നില്ല. അത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഈവൻ റിലേഷൻഷിപ്പ് പോലും ഓൺലൈനിൽ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഈവൻ സെയിം ആളായിരിക്കാം, പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അവർക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനോ ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യാനോ പലർക്കും ഇപ്പോൾ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത് രണ്ട് ലൈഫിലും? ഇത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഇപ്പോൾ സെയിം ഏജിലുള്ള അല്ലെങ്കിൽ സെയിം ഒപ്പം പഠിച്ച ആളുകൾ നോക്കുമ്പോൾ അവർ അവിടെയാണ്, അവർ ഇവിടെയാണ്, അവരെ പോകുന്നത്, അതെല്ലാം നമ്മൾ കാണുന്ന ആൾക്കാർ നോർമൽ. നമ്മൾ ഈ സിനിമ പോലെ തന്നെയാണ് ഒരു സോഷ്യൽ മീഡിയ വന്നിട്ടുള്ളത്. സിനിമയിൽ നമ്മൾ 2.5 മണിക്കൂർ കാണുന്നു, 2.5 മണിക്കൂർ എൻഡ് ഓഫ് ദ ഡേ എ ബ്യൂട്ടിഫുൾ ഫിലിം അല്ലെങ്കിൽ എന്താ ഒരു ഹാപ്പിലി ലിവിങ് ടുഗദർ നമ്മൾ കാണുന്നു. ഇതിനകത്തും ആരും വന്നിട്ട് നെഗറ്റീവ് സാധനങ്ങൾ ഇടുന്നില്ല, ഒരു അച്ചീവ്മെന്റ് ഇടുന്നുള്ളൂ. ആരും തോറ്റത് ഇടുന്നില്ല, അല്ലെങ്കിൽ പുതിയ കമ്പനി തുടങ്ങുന്നത് ഇടുന്നു, ഞാൻ അവിടെ ടൂർ പോയത് ഇടുന്നു, അല്ലെങ്കിൽ പിള്ളേരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇടുന്നു. ഓക്കെ, ഇതാണ് അവർ കാണുന്നത്. ഈ പറഞ്ഞ പോലെ ഓരോ ആളുകൾക്കും ഓരോ പേഴ്സണാലിറ്റിയാണ്. ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ദേ വിൽ ബി ഹാപ്പി. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ എന്ത് സംഭവിക്കും? ചില ആളുകൾ ബുക്ക് വായിക്കുന്നത് ഇടും, ജിമ്മി വാട്ട് ഇറ്റ് മേ ബി. അവർക്ക് അതാണ് കിട്ടുമ്പോൾ ഓക്കെ ദേ ഫീൽ ലൈക്ക് ഐ ആം ഗെറ്റിംഗ് ആ ഒരു ആളുകളിൽ നിന്നുള്ള ലൈക്കോ അല്ലെങ്കിൽ ഷെയറോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ കാണുമ്പോൾ ഓക്കെ ഐ ആം ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടുന്നുണ്ട്. പുറത്ത് അവരുടെ സമൂഹത്തിൽ ആർക്കും ഒന്ന് അവർക്ക് സംസാരിക്കാനുള്ള ഒരു മടിയുള്ള ആളുകളായിരിക്കാം, ഈ പേഴ്സണാലിറ്റി ഈ പറഞ്ഞ ഇഷ്യൂസ് ഉള്ള ആളുകളായിരിക്കും, ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ആയിരിക്കാം. ഇതാകുമ്പോൾ വി ആർ നോട്ട് ടോക്കിംഗ് ടു എനിവൺ, ജസ്റ്റ് നീഡ് ടു പോസ്റ്റ് ഇറ്റ് ആൻഡ് ക്യാൻ ടോക്ക്. ഓക്കെ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് മറ്റേലും കാണുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു? പണ്ടൊരു ലവ് ലെറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു അത് ആലോചിച്ച് നോക്കി. ഒന്ന് ശനിയാഴ്ചകളിലോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ ഇത് എഴുതി ചിന്തിച്ച് എത്ര തവണ കീറി എറിഞ്ഞ് പിന്നെ അത് മണ്ടേ കൊണ്ടുപോയി ബുക്കിനകത്ത് വെക്കുകയോ അല്ലെങ്കിൽ മേശപ്പുറത്ത് വെക്കുകയോ ചെയ്ത് തലച്ചോറ് നമുക്ക് ചിന്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ്? ജസ്റ്റ് ഐ ലവ് യു ഇട്ട് കുറച്ച് ടൈം വേണ്ട എന്നാൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആ സിറ്റുവേഷൻ, അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് വി ആർ നോട്ട് ആ ലിംബിക് സിസ്റ്റത്തിൽ പോയി ചിന്തിച്ചിട്ട് അത് ഞാൻ ഓക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് പോകുന്നില്ല. അതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ തമ്മിൽ. ഓക്കെ, എനിക്ക് ചോദിച്ച പോലെ എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ റീൽസിന്റെ കാലങ്ങളിലും എല്ലാവർക്കും ഇമ്മീഡിയറ്റ്ലി പോകണം. പണ്ട് ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ സിനിമ. പണ്ട് നമ്മളെല്ലാവരും മറ്റേ സച്ചിന്റെ കളി ഫുള്ളിരുന്ന് കാണുമായിരുന്നു, ടെസ്റ്റ് ഫുള്ളിരുന്ന് കാണുമായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഇന്ത്യ ന്യൂസിലാൻഡ് കളി നടക്കുന്ന കാര്യം തന്നെ, കളി ഇന്ത്യ തോറ്റപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ ജയിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓക്കെ ഇത് കഴിഞ്ഞു. ഓക്കെ, നോബഡി പറഞ്ഞ പോലെ ആ ഒരു അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാനോ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇരുന്ന് ഫുൾ കളി കാണാൻ പറ്റുന്നില്ല. പണ്ട് ഇപ്പോൾ ഈ മറ്റേ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണെങ്കിൽ എല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ, ഇപ്പം എല്ലാം വന്ന് 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് 3 സെക്കൻഡ്സിലെ ഹുക്കിലാണ് നിൽക്കുന്നത്. ആ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ എല്ലാവരും പോവുകയാണ്. സെയിം തന്നെയാണ് ഈ പുറത്തുള്ള ലൈഫിലും. നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം, ചെല്ലണം, ഡ്രസ്സപ്പ് ചെയ്യണം, സംസാരിക്കണം, പ്ലസൻ്റായി സംസാരിക്കണം, കുറേ നേരം സംസാരിക്കണം, അവർക്ക് എങ്ങനെയാണ് അവരുടെ പെരുമാറി. ഇതാവുമ്പോൾ വി ഡോണ്ട് നോ ഹൗ ദേ ആർ, യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് ദം ഹൗ യു ആർ, മറ്റേ ഹൗ ആർ യു തിങ്ക് സംസാരിക്കാം, യു ക്യാൻ ഫിനിഷ് ഇറ്റ് ഓഫ്. ഓക്കെ, അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഓൺലൈൻ പ്രിഫർ ചെയ്യുന്നത്. ഇതെല്ലാം ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട്. ഈ പണ്ടത്തെ അത്രയും ബന്ധങ്ങളെല്ലാം ഒരു ദൃഢമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഞാൻ ബീയിങ് എ സൈക്യാട്രിസ്റ്റ് വി ആർ സീയിങ്. അപ്പോൾ ഞങ്ങൾ ഈ അടുത്തൊരു പേഷ്യൻറ്റിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഈ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ആയിട്ടാണ് ആ പെൺകൊച്ചിന് ഞങ്ങൾ തോന്നുന്നുണ്ടായത്. പറഞ്ഞു, സർ ഐ ആം ഹാവിങ് ബെഞ്ചിങ് ഓപ്ഷൻസ്. ബെഞ്ചിങ് ഓപ്ഷൻസ് സാർ, എനിക്ക് 2 പേര് ഓൾറെഡി എൻ്റെ ലിസ്റ്റിലുണ്ട്, ഇത് പോയി അടുത്ത് 2 ഉണ്ട്. ഓ ഫൈൻ, നൈസ്. ഈ പറഞ്ഞ പുതിയ കാലഘട്ടത്തിൽ പുതിയ വേർഡ്സുകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ജെൻസി പറയുന്ന പല വാക്കുകളും നമുക്ക് പയ്യെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള നോക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്, വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, മൂവ് ഫോർ. അല്ല അത് റെസിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദറ്റ് ഈസ് നത്തിങ്. ഓക്കെ, കഴിഞ്ഞ ദിവസം കണ്ട ഒരു പേഷ്യന്റ്, യെസ് ഐ ആം ഹാവിങ് കാഷ്വൽ ഹുക്കപ്സ്. ഡു യു നോ ദ നമ്പർ ഓഫ്? സോ നോ സോറി സാർ, ഐ ഡോണ്ട് റിമെമ്പർ. അതാണ് അവൻ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡിഡ് യു യൂസ് കോണ്ടംസ് ചോദിച്ചപ്പോൾ യെസ് സാർ ഐ ആം യൂസിങ് കോണ്ടംസ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പറയാം, ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഹിന്ദു ന്യൂസ് പേപ്പറിൽ, ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് സീൻ, the rate of HIV/AIDS is increasing in Kerala. Okay, that too between the age of 19 to 24 years old ആളുകളിൽ percentage has increased, more than 5% increase is there. Okay, they are using, and I asked him, okay, from where are you finding these ladies? For sir, there are a lot of apps here, sir. You just need to find it, you get a lot of hookups, nothing is there. Okay, there is no commitment,
നത്തിങ് എൽസ്. ആ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഞാൻ നേരത്തെ പണ്ടത്തെ പറഞ്ഞ പോലെ ചിന്തിക്കാനോ അതിൽ നിന്നുള്ള പ്രഷർ എന്താണെന്നോ അതിൽ നിന്നുള്ള ആ എഫേർട്ട് എടുക്കാനോ ഇല്ല. യു സെൻഡിങ് എ മെസ്സേജ്, ഓക്കെ ഐ ആം ലൈക്കിംഗ് ഹെർ, ഐ ആം ലൈക്കിംഗ് ഹെർ, ഓക്കെ ലെറ്റ്സ് മീറ്റ് അപ്പ്, ലെറ്റ്സ് ഹാവ് സെക്സ്, കഴിഞ്ഞു. ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ബട്ട് ദിസ് ഈസ് ഗോയിങ് ടു ഒരു ദൂരഭാഗമായ ഇഷ്യൂസ് ഇസ് ഗോയിങ് ടു ഫേസ് എന്നുള്ളത്. പ്രോപ്പറായിട്ട് ബാക്കി കാര്യങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ പോലത്തെ കാര്യങ്ങൾ എത്താത്തത് കൊണ്ട് ഉള്ളൊരു പ്രോബ്ലംസ് ഇനി ഫ്യൂച്ചറിൽ വരാൻ സാധ്യത വളരെ വളരെ ഈ ഒരു കാലഘട്ടത്തിൽ വി എക്സ്പെക്ട്. ഇതെല്ലാം കുറഞ്ഞു വരികയായിരുന്നു കേരളത്തിൽ. HIV കാര്യങ്ങളാണെന്നും എല്ലാം ഇറ്റ് വാസ് കമ്മിങ് ഡൗൺ. നൗ ഇറ്റ് ഈസ് എവറിത്തിങ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മാരീഡ് ലൈഫിലും ഇത് പറഞ്ഞ പോലെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്, റിലേഷൻഷിപ്പാണ്. ഈ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കുറവ്, ഈ ലോങ് റിലേഷൻഷിപ്പിനോട് ആൾക്കാർക്ക് താല്പര്യമില്ലാത്തത് ഈ മാരീഡ് ലൈഫിനെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ഇമോഷണലി ഇൻവെസ്റ്റഡ് അല്ല പാർട്ട്ണർ, അല്ലെങ്കിൽ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ്. അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പ്രോപ്പറായിട്ട് റിലേഷൻഷിപ്പുകളിൽ ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. രണ്ടുപേരും രണ്ട് ലോകത്താണ്, അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെ ആയിരിക്കുമോ അതിലും? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇസ് ദെയർ. ഓക്കെ, പുതിയൊരു ട്രെൻഡ് നമ്മൾ കാണുന്നത്, പണ്ടെല്ലാവരും 24-25 ഇയേഴ്സിൽ വിമൻ ഫീമെയിൽസ് മെയിൽസ് യൂസ് ടു ഗെറ്റ് മാരീഡ്. നൗ ഇറ്റ് ഹാസ് കം ഡൗൺ. 28 ഇയേഴ്സ് വരെ ഫീമെയിൽസ് ആർ okay, I need to have a job, I need to settle, I need to be independent of my own. It's good actually. പക്ഷേ ഈ ഒരു ഏജ് എത്തുമ്പോഴത്തേക്കും പയ്യന്മാരും 30-32 ആകുമ്പോഴത്തേക്കും അപ്പം പറയും എനിക്ക് 32 വയസ്സുള്ള വേണ്ട, എനിക്ക് 29 വയസ്സുള്ള മതി. ദാറ്റ് ഈസ് ഹാപ്പനിങ് ട്രെൻഡ് ആവും. ഓക്കെ, നമ്മൾ സൈക്കാട്രിസ്റ്റ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത് എവരി ഫീമെയിൽ എവരി ലേഡി ഷുഡ് ഹാവ് 6 ഹസ്ബൻഡ്സ് എന്നാണ്. അതായത് ആ പ്രേമിച്ച് നടക്കുമ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഒരു ഹസ്ബൻഡാണ്. ഓക്കെ, എക്സ്പെക്ടേഷൻസ് അറ്റ് ദാറ്റ് ടൈം ഈസ് വെരി ഡിഫറെൻറ്റ്. ഓക്കെ, കല്യാണം കഴിഞ്ഞ ഇനീഷ്യൽ ഹണിമൂൺ ഫേസിൽ ഓക്കെ ഷീ ഈസ് ദ സെന്റർ ഓഫ് ദ വേൾഡ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വി ആർ ബാക്ക് ഇൻ ടു ദ റിയാലിറ്റി. തേർഡ് ഫേസ്, ജോബ് ഈസ് ദ പ്രയോറിറ്റി. യു ഹാവ് ടു സ്റ്റാർട്ട് ഏർണിംഗ് ഫോർ ദ ജോബ്, ഏർണിംഗ് ഫോർ ദ ഫാമിലി, വീട് വെക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടികളാകുമ്പോഴത്തേക്കും ഫോർത്ത് ഫേസിലെത്തി. ഫോർത്ത് ഫേസിൽ എത്തിയപ്പോഴത്തേക്കും ഓക്കെ നൗ കിഡ്സ് ആർ ബിക്കം സെന്റർ. പിള്ളേരുടെ സ്കൂള്, പിള്ളേരുടെ സമയം, പിള്ളേരുടെ ട്യൂഷൻ, പിള്ളേരുടെ മദ്രസ, എല്ലാം പിള്ളേർ വെച്ചിട്ടാണ് നമ്മളെല്ലാം ഡിസൈഡ് ചെയ്തത്. പിള്ളേർക്ക് പുറത്ത് പോകണം, പിള്ളേർക്ക് സിനിമയ്ക്ക് പോകണം, പിള്ളേരാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ വലുതായി കഴിഞ്ഞാൽ അവർ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് സ്ലോ എത്തി. അപ്പോൾ ഡിഫറെൻറ്റ് ഫേസസ്. അപ്പോൾ ഇതിൽ ഒരു അപ്പം എല്ലാവരും പറയുന്നത് എന്താണ് നമ്മുടെ കാണുന്നത്, സാറേ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഉള്ള ആളല്ല ഇപ്പോൾ ഇത്. ഭർത്താവും പറയുന്നത് സാറേ ഞാൻ കല്യാണം കഴിച്ചത് ഈ ആളല്ല. ഓക്കെ, so both the couples should be ready to change. Change is the only constant thing in marriage. അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് ഇമോഷണലി ആണെങ്കിലും ഈ പറഞ്ഞ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും സെക്ഷലി ആണെന്നുണ്ടെങ്കിലും ബോത്ത് ഷുഡ് ബി റെഡി ടു ചേഞ്ച്. ഇനിഷ്യൽ കാലഘട്ടത്തിൽ ഉണ്ടായ സെക്ഷൽ ഇൻറ്റിമസി പിന്നെ ഉണ്ടാവുന്ന നിർബന്ധമില്ല. മൂവിങ് ഫോർവേഡ് ചിലപ്പോൾ കുറഞ്ഞേക്കാം, കൂടിയേക്കാം. ഓക്കെ, പല കാരണങ്ങളാണ്. ഓക്കെ, ഇത് ആക്സെപ്റ്റ് ചെയ്യാനും ദാറ്റ് ഈസ് എ ചേഞ്ച് എന്നുള്ളത് മനസ്സിലാക്കി രണ്ടുപേരും ഒരേപോലെ ഇവോൾവ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിലാണ് ഈ മാരീഡ് ലൈഫിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്. ഇല്ല എനിക്ക് പുള്ളിക്കാരി പണ്ടത്തെ പോലെ തന്നെ വേണം, ഷുഡ് ബി അവൈലബിൾ ഫോർ മീ എവറി ടൈം ഈവൻ വെൻ ഐ റീച്ച് ബാക്ക്. ഇല്ലെങ്കിൽ ഭർത്താവ് ആണെന്നുണ്ടെങ്കിലും എപ്പോഴും വൈകിട്ട് 5 മണിക്ക് വീട്ടിൽ കയറണം. ഭർത്താവ് കുഡ് ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ സംതിങ് ആൻഡ് ഹി വുഡ് ബി ബിഹൈൻഡ് ഓൾ ദോസ് തിങ്സ്. ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ബോത്ത് ഓഫ് ദം ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇതൊരു ചേഞ്ച് ആണ്. ഓൺലി തിങ് വിച്ച് ഈസ് കോൺസ്റ്റന്റ് ഇൻ മാരേജ് ഈസ് ചേഞ്ച്. അത് എന്തായാലും മാറിക്കൊണ്ടിരിക്കും. The roles will change. Initially could be initially is a lover, then is a husband, then is a father, then he could become uncle, grandfather, whoever may be. Okay, then he's a businessman. Okay, this is going to change. So that should be accepted. Both of them should talk about it openly and accept moving forward. And social media influence is there. ഈ പറഞ്ഞ പോലെ social media has affected most of the families. എല്ലാവരും നമ്മൾ കേൾക്കുന്നത് തന്നെയാണ്, അവൻ കുത്തിക്കൊണ്ടിരിക്കുന്നതാണ്, അവൾ കുത്തിക്കൊണ്ടിരിക്കും, പ്രത്യേകിച്ച് വല്ല പണിയൊന്നുമില്ല, കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ വാട്ട് വി ഹാവ് സീൻ ഈസ് ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ പ്ലഷർ കിട്ടുന്ന ഏരിയ, there is a ventral tegmental area in the brain. There is a pleasure area of the brain. Same area is being activated when you are into the screen time, അല്ലെങ്കിൽ പറയുന്ന മൊബൈൽ ഫോൺ അഡിക്ഷൻ കാര്യങ്ങളിലും സെയിം തന്നെയാണ് വരുന്നത്. അതിനൊരു സ്റ്റഡീസ് ഈസ് ദർ ലൈക്ക് there was a study which is done, I don't remember which place. ഒരു ക്യാൻസർ വന്ന ആളുകളിൽ അവർക്ക് നമ്മൾ മോർഫിൻ മരുന്ന് കൊടുക്കാറുണ്ട്, പെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട്. വാട്ട് ദേ ഡിഡ് വാസ് ദേ സെലക്ടഡ് എ ഗ്രൂപ്പ് almost same issues, and morphine was given to one group. Another group they gave morphine as well as the phone. Okay,
Later on, what they found was those people who were given phone along with morphine required only lesser amount of morphine. ഓക്കെ. Okay. That means that almost same സ്ഥലത്ത് തന്നെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് അഡിക്ഷൻ ലെവൽ ഈസ് ദയർ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ റോൾസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ, ഒരാളിപ്പോൾ ഉപയോഗിക്കുന്നില്ലായിരിക്കാം, ഒരാൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാകും, അത് ദാറ്റ് കോസസ് ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് കോസസ് ഫ്രിക്ഷൻസ് ഇൻ ദ ഫാമിലി. ദാറ്റ് ഹാസ് പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള ആപ്പുകളും ഇതെല്ലാം ഉള്ളത് കൊണ്ട് മെസ്സേജസ് അവിടെ നിന്ന് വരുന്നു, അത് ഡൗട്ട്സിലേക്ക് എത്തിക്കുന്നു, എന്തിനു അത് കണ്ടു, എന്തിനു ഇത് കണ്ടു, ഓൾ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ഫാമിലി ലൈഫ് എന്നുള്ളത് തന്നെയാണ് കൺക്ലൂഷൻ. നമ്മുടെ നാട്ടിൽ അപ്പോൾ കപ്പിൾ തെറാപ്പികൾ വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ട്. പുറത്തൊക്കെ പിന്നെയും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകുമ്പം കപ്പിൾസിന് പോയിട്ട് സംസാരിക്കാനും അങ്ങനെ കോമൺ ആയിട്ട് അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ അത് എൻകറേജ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഒരാൾ പറയും നിനക്കാണ് പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കും. ആ ഒരു ട്രെൻഡ് തീരെ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല അല്ലേ സർ? അത് ഇല്ല, അങ്ങനെ തീരെ വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോർമെന്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ദിസ്. പറഞ്ഞ പോലെ തന്നെ കപ്പിൾ തെറാപ്പിക്ക് ആളോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ആൾ വന്നാലും യു വിൽ ആസ്ക് ദം ടു ബ്രിങ്, ഇഫ് ദേ ആർ നോട്ട് സെപ്പറേറ്റഡ് ഓർ നോട്ട് ഡിവോഴ്സ് ഓർ ദർ ഈസ് നോ ഇഷ്യൂസ്, യു വിൽ ആസ്ക് ദം ടു ബ്രിങ് ദ ഹസ്ബൻഡ് ഓഫ് ഫാമിലി. ഓക്കെ, അതല്ല ചില ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്, പീപ്പിൾ ആർ കമ്മിങ് കപ്പിൾ തെറാപ്പിക്ക് തന്നെ രീതിയിൽ വരുന്നുണ്ട്, ബിക്കോസ് ദേ നോ ഓക്കെ ദർ ഈസ് സംതിങ് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ അസ് ആൻഡ് വി ആർ നോട്ട് ഏബിൾ ടു മാനേജ്. ഞങ്ങളെയും കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, സംതിങ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ആൻഡ് ഈസ് അഫക്റ്റിംഗ് അവർ പേഴ്സണൽ ലൈഫ്. സോ ലെറ്റ്സ് കം ആൻഡ് ടോക്ക്. ഈവൻ ഇഫ് ദേ കം ആൻഡ് ടോക്ക് വിത്ത് അസ്, ഇനിഷ്യൽ സെഷൻസ് ഒന്നും നമ്മൾ ഒരുമിച്ച് ഇരുന്നേക്കിൽ സംസാരിക്കുന്നുണ്ടാവും. ഇനിഷ്യലി ദേ വിൽ ഡിസ്കസിങ് വിത്ത് ദം, ഈ പറഞ്ഞ ഇൻടേക്ക് എടുക്കും, അതിനുശേഷം യു വിൽ ബി ഡിസ്കസിങ് ടു ദം സെപ്പറേറ്റ്ലി. ഓക്കെ, അതിനുശേഷം ഒരുമിച്ച് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്യണം, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണം, വാട്ട് ആർ ദ ഈ സ്മോൾ ഇഷ്യൂസ്, എന്തൊക്കെയാണ് ഇയാളുടെ ഇഷ്യൂസ്, വാട്ട് ആർ ദ ഇഷ്യൂസ് വിച്ച് യു ആർ ഫേസിങ്, ഓക്കെ സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. വാട്ട് ആർ ദ ഇഷ്യൂസ് വിച്ച് യു ആർ ഫേസിങ് ഫ്രം, സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഫോൺ ഉപയോഗിക്കുന്ന ഇഷ്യൂ, ഇയാൾ ചിലപ്പം അയാളുടെ ബിസിനസ് ഫോണിലായിരിക്കാം. He could be an influencer, അല്ലെങ്കിൽ he could be getting messages, he could be getting leads. Okay, so that is affecting his business. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി, ഓക്കെ ദിസ് ഈസ് ഫോർ ഹിസ് ബിസിനസ് ഈസ് ഡൂയിങ്. അത് മനസ്സിലാക്കുക, അതല്ല വെറുതെ ഇൻസ്റ്റാഗ്രാം കണ്ട് ഈ പറഞ്ഞ മറ്റേ ഡൂം സ്ക്രോളിംഗ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ ദം ഓക്കെ വെൻ യു റീച്ച് ഹോം മേക്ക് ഷുവർ ഈ നെറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഫോൺ മാറ്റി വെക്കുക. യു ഗെറ്റിംഗ് കോൾസ് യു ഡു ഇറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഭാര്യ ഭർത്താവ് വരുമ്പോൾ തന്നേക്കും നേരെ അടുക്കളയിൽ പൊരിക്കുന്നതാണ് ഭർത്താവിന് പ്രശ്നം എന്നുണ്ടെങ്കിൽ, ഇഫ് ഷീസ് മറ്റേ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഭർത്താവ് വരുന്നതിന് മുന്നേ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനും ട്രൈ ടു സ്പെൻഡ് ടൈം വിത്ത് ഹെർ. അതല്ല രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോകുന്ന ആളുകളാണ്, ഇറ്റ്സ് അഫക്റ്റിംഗ് ദം. രണ്ടുപേരും ഒരുമിച്ച് അടുക്കളയിൽ കയറുക. ഓക്കെ, ഒരു സ്മോൾ ഹെൽപ്പ് ചെയ്ത് മിക്കവാറും പറയുന്നത് അത് തന്നെ ആയിരിക്കും. മിക്കവാറും ഞാൻ ഭക്ഷണം കഴിച്ചതിന് മൂപ്പര് അവിടെ പോയി കിടന്നുറങ്ങാൻ പോയി, ഞാൻ പാത്രം കഴിക്കൊണ്ടിരിക്കണം, കാലത്ത് ഞാൻ പാത്രം, ഇത് തന്നെയാണ് പറയുന്നത്. ഇഫ് ഹി ഓർ ഷീ ക്യാൻ ഹെൽപ്പ് ഔട്ട് ടു ബി നൈസ്. അതൊന്നും ഡിസ്കസ് ചെയ്യുക, അവരോടൊന്നും ഒരാൾ ഓപ്പണായി സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക്കലി നമ്മൾ കപ്പിൾ തെറാപ്പിയിൽ വരിക. ചില ആൾക്കാർക്ക് അതല്ല, ഇഫ് ദർ ഇസ് സം ഇഷ്യൂസ്, ഈ നേരത്തെ പറഞ്ഞ ഓർഗാനിക് ഇഷ്യൂസ് അങ്ങനെ സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ചില ആൾക്കാർക്ക് പേഴ്സണാലിറ്റി ഇഷ്യൂസ് പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള ആളുകളാണ് ഈ കപ്പിൾ തെറാപ്പിക്ക് വരുന്നതെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ആൻഡ് വി ഹാവ് ടു ട്രീറ്റ് ദം ഇൻഡിവിജ്വലി ആൻഡ് അലോങ് വിത്ത് ദ സപ്പോർട്ട്. ഇവർ വന്നിട്ടുള്ളത് അവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. സോ ഇഫ് ദർ ഹാവിങ് ഇഷ്യൂസ് ദേ വിൽ ബി റെഡി ടു സപ്പോർട്ട്. So we should take into consideration they could be these people can have these people ആർക്കും വേണമെങ്കിൽ they could be depression in one of them which is affecting their personal life, could be anxiety, could be substance use, അല്ലെങ്കിൽ ഈ പറയുന്ന ഡൗട്ട്സ് ആവാം, പാരനോയിഡ് ആവാം. ഓക്കെ, എന്ത് ഇഷ്യൂസ് വേണമെന്നെങ്കിലും ഉണ്ടാവാം. അപ്പോൾ കപ്പിൾ തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നമുക്ക് കാണാൻ നിർബന്ധമില്ല, ഇൻഡിവിജ്വലായി കാണാം. ചിലപ്പോൾ വേണമെങ്കിൽ പാരൻസിനെ വിളിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഓക്കെ, അത് എന്താ ചിലപ്പോൾ സെക്ഷൽ ലൈഫ് തന്നെ ആയിരിക്കാം ആ ഒരു ഇഷ്യൂസ്. വി ഹാവ് സീൻ പീപ്പിൾ ആഫ്റ്റർ 15-20 years ഓഫ് മാരേജ് ഹാസ് കം ടു us without consummation. ഓക്കെ, ഈവൻ സിംഗിൾ കൺസുമേഷൻ, അങ്ങനത്തെ ഇഷ്യൂസ് ആൾക്ക് വരുന്നുണ്ട് ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. അത് ആ ഒരു ഇഷ്യൂസ് നമ്മുടെ നാട്ടിലുണ്ട്. അത് എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം ബോത്ത് ഓഫ് ദം ഡസൻറ്റ് നോ. ഒന്ന് ദേ വെർ എഡ്യൂക്കേഷൻ കുറച്ച് പൂർ ആയിരുന്നു, ആൻഡ് വൺ ഓഫ് ദം ഹാഡ് IQ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചോദിച്ചു വരുമ്പോഴാണ് സൈക്കോളജിസ്റ്റ് സാർ ദിസ് ലേഡീസ് ഹാവിങ് IQ issues, they don't know what to do. We will have to teach them from beginning. ഇത്രയും വർഷം അവർ ഒരുമിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. So in such cases, അല്ലെങ്കിൽ in that case there was IQ issue for the lady as well as there was erectile dysfunction issues for the men. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയില്ല. സോ വി ഹാഡ് ടു ട്രീറ്റ് ദം സെപ്പറേറ്റ്ലി. മരുന്ന് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഹാപ്പിലി ലീവ് ഇഷ്യൂസ്. അങ്ങനത്തെ ഇത് ഡീറ്റെയിൽ ഹിസ്റ്ററി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ സൈക്കാട്രി.